ഹലോ ഗായ്സ്, കിങ്ണീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടുപേരും ഇതാരും ഇത് എവിടെ നിന്ന് വന്നെന്നൊക്കെ വിചാരിക്കും. നമുക്കിതൊന്നും എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കാട്ടിൻ്റെ ഇടയിൽ കൂടെ അല്ല, ആൾതാമസമുള്ള വഴിയാണ്. പാറ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാട്ടുപോത്തൊക്കെ ഉണ്ട്. നമുക്കിത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ നമ്മളെ മക്കളെ സ്കൂളിലോട്ട് പോകണേണ്. അപ്പം ആദ്യത്തെ ബ്ലോഗ് ഇതെടുക്കാമെന്ന് വിചാരിച്ച് ഇനി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞതൊക്കെ ആയിരിക്കും ഇന്നത്തെ ബ്ലോഗ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. നമ്മളെ കൊണ്ട് പറ്റണ പോലെ എടുക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ആരാണ് എന്തരാണെന്നൊക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോ ഇടാം. വീട്ടിലേക്ക് പോകുന്ന മെയിനായിട്ടുള്ള റോഡ് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഈ സൈഡ് ഫോറസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഇതായിട്ട്, പക്ഷെ നമുക്കിങ്ങനെ പോയി വന്നൊക്കെ അങ്ങ് ശീലമായി. അങ്ങനെ പേടിയൊന്നും ഇല്ല. ആദ്യമായിട്ട് കാണുന്നവർക്ക് പേടി തോന്നും. പാണ്ടിയംപാറ കക്കോട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ വാട്ടർ ടാങ്കാണ്. ഇതാണെങ്കിൽ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്വാർട്ടേഴ്സിലെത്തേക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇതാണ് വലിയ വാട്ടർ ടാങ്ക്. ഇവിടെ ഒരു ബിൽഡിങ് കെട്ടിയിട്ടേക്കുന്നു. ഇതൊരു ലേഡീസ് ഹോസ്റ്റലാണ്. ഇതുവരെ പണി തീർന്നിട്ടില്ല. ഇപ്പം പണി നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പണി തീർന്നു വരുമ്പോൾ ഇവിടെയൊക്കെ ആളനക്കമൊക്കെ കാണും കേട്ടാ. നല്ല അത് ഇത്രയും വലിയ കാടൊന്നും കാണൂല ആളും അനക്കമൊക്കെ വരുമ്പോഴത്തേനും. ഇതിപ്പോഴും പണി തീരാതെ കിടക്കണുണ്ടോ ഇതുപോലെ ഫുള്ള് കാട് കയറി കിടക്കണം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. വെറ്റിനറിയാണ്. അതിനെക്കുറിച്ച് വലുതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. മൃഗങ്ങളെ മറ്റെന്തൊരു ചികിത്സ അങ്ങനെ എന്തൊക്കെയാണ്. മൃഗങ്ങളെ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളാണ്. ക്വാർട്ടേഴ്സിനാണ് ആ ടാങ്കിൽ നിന്ന് വെള്ളം എത്തുന്നത്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. ആൾ താമസം ഇല്ലാത്ത ക്വാർട്ടേഴ്സ് ഇഷ്ടം പോലെ. ഇതിലൊന്നും ആൾ താമസം ഇല്ല. ഈ കാട് കഴിഞ്ഞിട്ട് തോന്നും. ഫസ്റ്റ് വീട് അതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ടും വീടില്ലെന്നല്ല, അങ്ങ് താഴോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട്. വെറുതെ വീടുകൾ വെറുതെ ഇവിടെ നശിച്ച് കിടക്കുവാണ്. ഇവിടെ നിന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ ആൾ താമസമുള്ളൂ. എന്ന് വെച്ചാൽ ഈ വീടൊന്നും ആൾ താമസം ഇല്ലാത്ത വീട്. എത്തിക്കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. മെയിൻ റോഡല്ല, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ക്വാർട്ടേഴ്സുകൾ. പിന്നെ നമ്മൾ മെയിൻ റോഡ് വരുന്നത് ക്വാർട്ടേഴ്സിൽ തുടങ്ങണ അവിടെ മുതൽ നല്ല റോഡുണ്ട് കേട്ടോ. ഇവിടുന്ന് ഫുള്ള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ക്വാർട്ടേഴ്സുകളാണ്. ഇതിലൊക്കെ ചിലതിൽ ആൾ താമസമുണ്ട്, ചിലതിൽ ഇല്ല. ഇതാണ് ആ വെറ്റിനറി ബിൽഡിങ്. അങ്ങോട്ട് ചെന്നിട്ട് മെയിൻ റോഡ് അതാണ്. ആ വണ്ടി പോകുന്നുണ്ട്. മെയിൻ റോഡ്. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പാണ്ടിയംപാറ. വെറ്റിനറി ക്യാൻറ്റീൻ എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് എല്ലാവരും അറിയാം. വെറ്റിനറി എന്നൊക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇതൊക്കെ ഇതാത്ത അവിടുത്തെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഇങ്ങനെ കെട്ടിയിട്ടേക്കണം. ഞാൻ പറയണ കേൾക്കാമോ? ഇതാണ് ബിൽഡിങ്. ബിൽഡിങ് ഇത് മാത്രമല്ല കേട്ടോ, പുറകിലോട്ട് അങ്ങ് ഏക്കർ കണക്കിനുണ്ട്. നമ്മളിതിനകത്തൊന്നും കയറിയിട്ടില്ല. ഇതാണ് ക്യാൻറ്റീന്. ഇതാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന ക്യാൻറ്റീൻ അവിടെയാണ്. ഇവിടെ നിന്നൊക്കെ ഇടവഴികൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം അങ്ങോട്ടോട്ട് ക്വാർട്ടേഴ്സുകളുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മെയിൻ റോഡിലെത്തി. ഇതാണ് ഇവിടുത്തെ ഗേറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. അങ്ങോട്ടൊക്കെ ഫുൾ ബിൽഡിങ്ങാണ്. മെയിൻ റോഡിലോട്ട് എത്തിയിട്ട് റോഡ് അവിടെ നിന്നൊരു
ഒരു 10 മിനിറ്റ് നടക്കണ്ട, നമ്മളിപ്പം പതുക്കെ പതുക്കെ നടന്നു വന്നില്ല. 5 മിനിറ്റ് കാണുമ്പോൾ ദൂരം തോന്നുമെങ്കിലും വലിയ ദൂരമില്ല നമുക്ക് മെയിൻ റോഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഒരു ബസ് പോയി, കിട്ടിയില്ല. ഒരു ബസ് പോയി കേട്ടാ. ചേച്ചി വരാത്തോണ്ട് നമ്മൾ അതിൽ കയറിയില്ല. അപ്പോൾ അതൊരു അരമണിക്കൂറായിരുന്നു തോന്നല്ലേ, ഒരു 10-20 മിനിറ്റ് 10 മിനിറ്റ് കൂടുതലാവും. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അത് കയറാം. നമ്മൾ ചെല്ലാൻ നേരത്ത് അവിടെ പരിപാടിയെല്ലാം കഴിയുമെന്നറിഞ്ഞൂട. അടുത്ത പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. ഈ റൂട്ടിലേക്കുള്ള കുറച്ചുള്ള ബസ്സാണ് ഈ വരുന്നത്. അതെപ്പോഴും അങ്ങനെയാണേ, നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്ന് ഇങ്ങോട്ട് ബസ് ഒരുപാട് ബസ് ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ അപ്പുറ സൈഡ് ബസ് വരും. കളിച്ചും കളിക്കാതെയും എത്തിച്ചേർന്ന് ആയത് നമ്മുടെ പഠനത്തെ ബാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്കൂളുകളിലൊക്കെ നിലനിൽക്കുക. അതിനെ മറികടന്നുകൊണ്ട് ഊർജ്ജസ്വലരായി അവർ പഠിച്ച് മുന്നേറി വളരുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതിയാണ് ഇന്ന് നന്ദിയൂർ സ്കൂളിൽ ഇപ്പോൾ അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ബാക്കിയുള്ള സ്കൂൾ ടാറ്റ പറ.